പ്ലാന്റ്സും മേടിച്ചു. ഇനിയും വീട്ടിലെത്തിയിട്ട് അതിനെ റിലീസ് ചെയ്യാൻ പോകും. നമ്മൾ ഫാമിൽ നിന്ന് വന്ന് മീനുകളെ മേടിച്ചത് ആൽബിനോ ഫുൾട്രിഡാണ്. നമ്മൾ കുറച്ച് മീനെ മേടിച്ചിട്ടുണ്ട്. ഒരു 12 വെറൈറ്റി മീനുകളാണ് ഇപ്പോൾ മേടിച്ചേക്കുന്നത്. പിന്നെ കുറച്ച് പ്ലാന്റ്സും ഉണ്ട്. അതുകൊണ്ട് ഈ ആൽബിനോ ഫുൾട്രിഡ് അതിനെ ഞാൻ ഒരു ടാങ്കിലോട്ട് ഇടാൻ പോവാം. ഇതാണെങ്കിൽ നല്ല പാടാണ് ഇഷ്ടമൊക്കെ കവർ. റബ്ബർ ബാൻഡ് കളഞ്ഞ് ആൽബിനോ ഫുൾട്രിഡിനെ ഇനിയും ഇടണം. നമ്മൾ ഈ ആൽബിനോ ഫുൾട്രിഡിന് ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്, പക്ഷെ വെട്ടമില്ല ഗൈസ്. നമുക്ക് ഇതിനകത്ത് ഇവിടെ ഒരു ടാങ്ക് ഇരിപ്പുണ്ട് ഗൈസ്, കണ്ടോ? ഇവിടോട്ട് വെട്ടം വരുന്നില്ല ഗൈസ്. ഇതിനകത്ത് ഞാൻ ഇനിയും വെട്ടം വെച്ചിട്ട് കാണിച്ചു തരാം. ഗപ്പി ഇടാൻ പോവാണ്. ഇതാണ് ഗപ്പി. ഈ ടാങ്കിലോട്ടാണ് ഇടാൻ പോകുന്നത്. ഇതിനെ ഇവിടെ ഇങ്ങനെ വെച്ച്. ഇത് ആൽബിനോ ഫുൾട്രിഡാണ്. ഒരു ബ്രീഡിംഗ് പെയറാണ് മേടിച്ചത്. കവറ് ഞാൻ അങ്ങോട്ട് വെക്കുക അടച്ചിട്ടുണ്ട്. അത് ആൽബിനോ ഫുൾട്രിഡ്. നമ്മുടെ ബാക്കിയുള്ള മീനുകൾ നമ്മൾ ആദ്യം ഗപ്പികളെ ഇടാൻ പോവാം ഗൈസ്. ഇത് ഗ്രീനിൻ്റെ പേര് ഞാൻ ഓർക്കുന്നത് എന്തായിരുന്നു, ഗ്രീൻ എന്തോ പേരാണ്. ഇനിയും ഇതിൻ്റെ ഈ കവറ് പൊട്ടിക്കണം ഇനിയും ഗൈസ്. ഇതും ഒരു ബ്രീഡിംഗ് പെയറാണ്. ഇടാൻ പോവാണ് ഗൈസ്. ഇതിനെ നമ്മൾ ഇപ്പോൾ അവിടെ ആ ലോട്ടസിൻ്റെ സീഡ് ഇച്ചിരി കേടായിരിക്കുകയാണ്. അതുകൊണ്ട് അവിടോട്ട് ഇടാൻ പറ്റത്തില്ല. താഴത്തെ ഏതെങ്കിലും ടാങ്കി ഇടാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ഏതെങ്കിലും ഗൈസ്, ഇവിടെ നല്ല ടാങ്ക് ഇപ്പം ഇല്ല ഗൈസ്. നമ്മൾ ഇതിനെ ഇപ്പം തൽക്കാലത്തേക്ക് ഇറക്കി വിടാൻ പോകുന്നത് ഈ ടാങ്കിലേക്കാണ്. ഇതിനെ ഇവിടോട്ട് നമ്മളങ്ങ് ഇറക്കിയിട്ട് കൊണ്ട് പോയിട്ട് ഇനി അടുത്തത് നമ്മൾ കുറച്ച് വെറൈറ്റി ഗപ്പീസ് മേടിച്ചു. ഒരു 4-5 വെറൈറ്റീസ് മേടിച്ചു. പക്ഷെ ഇനി അടുത്തതിനെ ഇടാൻ വേണ്ടി പോവാം. ഈ ഫോണിൻ്റെ അടുത്ത് നിൽക്കട്ടെ. നല്ല പാടാം, നല്ല കട്ടിയുണ്ട്. ഇത് പ്ലാറ്റിനം ഡംബോയറാണ്. ഇതെല്ലാം ബ്രീഡിംഗ് പെയറാണ് ഞാൻ മേടിച്ചത്. പറ്റത്തില്ല. റബ്ബർ ബാൻഡ് പൊട്ടിക്കാൻ ഭയങ്കര പാടാണ്, പറ്റുന്നില്ല ഗൈസ്. ഇപ്പം ഗൈസ് ഇനിയും പൊട്ടിച്ചിട്ട് കാണിക്കാം ഗൈസ്. ഇത് ആവുന്നില്ല. ഇത് ഞാൻ ഈ റബ്ബർ ബാൻഡ് പൊട്ടിക്കാനേ പറ്റും, അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് വലിച്ചു. ഏകദേശം എല്ലാം കൂടി. ഓക്കെ, അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ഒടുവിൽ നമ്മൾ ഇത് ഏകദേശമൊക്കെ തുറക്കും. ഇനി ഇവിടെ കൂടെ അത് തെറിച്ചു പോകും. ഇതിനെ ഇനിയും നമുക്ക് ഒരു ടാങ്ക് ചെയ്യാം. നല്ല ടാങ്ക് നോക്കണം. ഈ ടാങ്കിലോട്ട് ഞാനിപ്പോൾ ഇതിനിടാൻ പോകാം. ഇട്ടിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. ഞാൻ അടുത്ത
നോക്കണം ഗൈസ്. അടുത്ത വെറൈറ്റി ഏതെടുക്കണം ഗൈസ്? നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്നത് ഫുൾ ബ്ലാക്കാണ് ഗൈസ്. നമ്മൾ ഒരു പെയർ ഫുൾ ബ്ലാക്ക്, ഇതും ബ്രീഡിങ് പെയറാണ് ഗൈസ്. നോക്കാം, അല്ല നടക്കത്തില്ല ഗൈസ്. നോക്കിയിട്ട് ഓക്കെ തുറന്നു. ഇനി ഇതിൻ്റെ ഫുള്ള് തുറന്നിട്ടുണ്ട്. ഫുൾ ബ്ലാക്കിന് ഇനി ഏതിലോട്ട് ഇടണമെന്ന് നോക്കാം. ഗൈസിന് ഏതിലിടും? ടാങ്കിലോട്ടാണ് ഈ ഫുൾ ബ്ലാക്കിന് ഇടാൻ പോകുന്നത്. ഇത് ഇട്ടിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് അവിടെയാണ്. ഇനി നമ്മൾക്ക് അടുത്ത പ്ലാറ്റി മോളി അങ്ങനത്തെ വെറൈറ്റീസാണ്. ഇനിയും അതിൻ്റെ അതും കൂടെ പൊട്ടിക്കണം ഗൈസ്. നമുക്കാദ്യം മോളി ഇതെല്ലാം കൂടെ ഇടാം. യെസ്, ഇത് ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല ഹാളാണ് ഗൈസ്. ജുവാന ഹെൽപ്പറായിട്ട് ഓരോന്ന് ഇവിടെ എടുത്ത് വെച്ച് തരുന്നുണ്ട്, ഓരോ മീനായിട്ട്. ഇതിൻ്റെ നമ്മൾ തുറന്നു. ഓക്കെ, ഇതിനെ നമുക്കിനി വിടാൻ പറ്റിയ ടാങ്ക് നോക്കണം. ഇതിനെ നമുക്ക് ഈ ടാങ്കിലോട്ട് വിടാം ഗൈസ്. നിങ്ങളെ ഇറക്കി വിട്ടു. 7-8 മോളിയുണ്ട്. 8 മോളിയാണ് ഗൈസ് മേടിച്ചത്. ഇനി അടുത്ത ഇനിയും കുറച്ച് മീനും കൂടെ ഉള്ളൂ. അടുത്തത് ഇനിയും 3 ഒറ്റ കെട്ടാക്കി വെച്ചേക്കുവാണ് ഗൈസ്. ഒറ്റ കെട്ടാക്കിയതുകൊണ്ട് തുറക്കാൻ ഇച്ചിരി പാടാണ്. നമുക്കിവിടെ വേറൊരു ബേസൺ എടുത്തിട്ടുണ്ട് ഗൈസ്. അതും കൂടെ ഇരിപ്പുണ്ട്, അതിനകത്തൊക്കെ വെക്കാൻ പറ്റും. പാടാണ്. നമ്മളിപ്പോൾ ഒരു ടബ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ടബിനകത്ത് എന്തൊക്കെ കളറുണ്ട്. ഈ ടബിൽ വെച്ചിട്ട് ഇതിനകത്ത് ഒരെണ്ണം നമ്മൾ അതിൽ നിന്ന് എടുത്തു. ഇത് ഏത് വെറൈറ്റി ഷോർട്ടയിലാണെന്ന് എനിക്കറിയത്തില്ല. നോർമൽ ഷോർട്ടയിലാണെന്ന് തോന്നുന്നു. അതിനെ ഞാനിവിടെ ഒരു ടാങ്കിൽ ഇട്ടിട്ടുണ്ട്. അതും ബ്രീഡിങ് പെയറാണ്. അത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ 2 എണ്ണമാണ് വരുന്നത്. അത് നമ്മളെ ഇനി ഒരു ടാങ്കിലിടണം. ഇവിടെ നല്ലൊരു ടാങ്ക് നോക്കി വെച്ചിട്ടുണ്ട്. ടാങ്ക് ഒന്നും അങ്ങനെ ഫ്രീ ഇല്ല ഗൈസ്. അടുത്ത ഒരു ഫ്രീ ആയിട്ടുള്ള ടാങ്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പാടാണ്. ഇനിയും ജുവാന വീഡിയോ എടുക്കണം. ഇത് ഏത് വെറൈറ്റിയാണ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഈ ഒരു സോട്ടയിൽ നമ്മൾ പല പല വെറൈറ്റി സോട്ടയിൽ മേടിച്ചു. ഇതിനെ നമുക്ക് ഇനി ഇവിടോട്ട് വെക്കാം ഗൈസ്. നമുക്ക് അടുത്തത് ഇവിടുത്തെ ഒരു ടാങ്കിലോട്ട്. ഇത് വലിയ സോട്ടയിലുകളാണ് ഗൈസ്. അതിനകത്തൊരു സക്കറും ഉണ്ട്, അതിനെയും കൂടെ പിടിക്കണം. സക്കർ നമ്മുടെ ഓസ്കാറിൻ്റെ ടാങ്കിലേക്ക് വേണ്ടി മേടിച്ചതാണ്. ഓസ്കാറിൻ്റെ ടാങ്കിലിടുമ്പം ഓസ്കാർ വെട്ടുമെന്ന് എനിക്കറിയത്തില്ല. അവന് ലൈഫ് ഫീഡ് കൊടുക്കാറുണ്ട് ചില സമയത്ത്. റബ്ബർ ബാൻഡ് തെറിച്ച് വെച്ചിട്ടുണ്ട്.
വലിയ സോട്ടയിലൂടെ അങ്ങോട്ടിടുവാണ്. സോട്ടയിലൂടെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ശർക്കരനെ ഒന്ന് പിടിച്ചെടുക്കണം. അതിനെ നമുക്ക് ലാസ്റ്റ് പിടിക്കാം ഗൈസ്. അടുത്തത് ഇനിയും മീനുകളൊന്നുമില്ല. ഇത് പായലില്ല. ഇത് ഫോക്സ് ടെയിലാണ്. ഒത്തിരി ഉണ്ട് ഗൈസ്. നമുക്ക് ഫോക്സ് ടെയിൽ പുറത്തെടുത്ത് നോക്കാം. ഇത് ഇത്രയും ഫോക്സ് ടെയിലാണ്. നമുക്ക് ഇവിടുത്തെ ഒരു അടുത്ത ടാങ്കിലോട്ട് നമുക്ക് ഇടാം. ഇത് നമ്മുടെ ജയൻ്റ് യൂരിയുടെ ടാങ്കിലോട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത്. ജയൻ്റ് യൂരിയുടെ ടാങ്ക് ആയതുകൊണ്ട് ചിലപ്പോൾ ഇവന്മാർ തിന്നും ഗൈസ്. ഇതിനെ ഇട്ടിട്ടുണ്ട്. ഉള്ള പായൽ ഇതിനകത്തിട്ടു. ഇനി അടുത്തത് വേറെ 2 പായലാണ്. ആമസോൺ ഫോർഡിന് പറഞ്ഞൊരു പായലുണ്ട്, വേറൊരു ടാങ്കുണ്ട്. ഇതാണ് ലാൻഡ്. ഇതും കൂടെ ഉള്ള അക്വേറിയത്തിലോട്ടാണ് ഇടുന്നത്. ഇനി നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്. ഇത് ഇതിനകത്തുണ്ട്. നമുക്കിനി ഇത് അക്വേറിയത്തിൽ കൊണ്ടുവരണം. അതിന് മുമ്പേ നമുക്ക് ശർക്കരനെയും കൂടെ പിടിക്കണം ഗൈസ്. ഗൈസ് ഇവിടെ വേറൊരു ഗപ്പി ഇരിപ്പുണ്ട്. ഇത് ഗപ്പിയല്ല, ഇതൊരു സോട്ടയിലാണ്. ഇത് ഞാൻ ഇവിടെ ഒരു ടാങ്ക് നോക്കണം. ഇവിടെ ഒരു ടാങ്കിൽ നമ്മൾ ലോട്ടസ് വളർത്തിയിരുന്ന ആ ടബിലോട്ടാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. ഈ ടബിലോട്ട് നമുക്ക് ഇതിനെ ഇടാം. ഈ പാക്കറ്റ് തുറക്കാൻ നല്ല പാടുണ്ട്. അത് ലീക്കായി. നമുക്ക് ഈ റബ്ബർ ബാൻഡൊക്കെ ലിങ്കിൽ എടുത്ത് കളയാം. നമുക്ക് ഇങ്ങനെ ഈ ലോട്ടസിൻ്റെ സീഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം. അത് ജസ്റ്റ് ഫംഗസ് അടിച്ചിട്ടുണ്ട്. രണ്ടും നമുക്ക് മാറ്റി വേറെ ഏതെങ്കിലും ടാങ്കിലോട്ട് ഇടണം. ഇത് ഞാൻ ഇവിടോട്ട് ഇത് ഇറക്കി വിട്ടു. ഇത് നമുക്ക് എങ്ങോട്ടേലും മാറ്റി വെക്കാം ഗസ്. ഇതിന് അത് ഞാൻ അങ്ങോട്ട് വെച്ച് ഇനി നമുക്ക് പ്ലാന്റ്സ് നമ്മുടെ ഓസ്കാറിൻ്റെ ടാങ്കിൽ കൊണ്ടിടാം. പിന്നെ ശർക്കരനെ കൂടെ പിടിക്കാം. ഇതിനൊക്കെ ഒരു ചെറിയ കവർ എടുത്തു. ഇതിൽ വെള്ളം ഇട്ടു. ഇത്രയും വെള്ളം മതി. നമ്മുടെ ഷോട്ടയിലുകൾ കിടക്കുന്ന ടാങ്കാണ്. ഇതിനകത്ത് വെള്ളമുണ്ട്. ഇതിനകത്ത് ഇട്ടു. പിന്നെ നമുക്ക് ഇതിന് അല്ലെങ്കിൽ ഈ ഷോർട്ട് ചെയ്ത് ചിലപ്പോൾ ചാടിയിരിക്കും. ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് വേറെ ഏതെങ്കിലും ബേസ് വെക്കാം. ഒരു ഓറഞ്ച് ബേസ് നമുക്ക് അത് ഞാൻ വെറുതെ ഇവിടെ ഇങ്ങനെ വെക്കാൻ നോക്കാം. ശരിയാവും പറയത്തില്ല, ഇരിക്കത്തില്ല. നമുക്ക് വേറെ എന്തെങ്കിലും വെക്കേണ്ടി വരും. ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്കിപ്പോൾ എടുത്ത പ്ലാസ്റ്റിക് ബാഗുകൾ ഇതിൻ്റെ മണ്ടയ്ക്ക് വെറുതെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇമ്മാരി ചാടിപ്പോയി. ഗൈസ് ഇതാണ് നമ്മുടെ ഗപ്പിയുടെ ഫുഡ്. ഇത് നമ്മുടെ കോഴിക്കാപ്പിന് വേണ്ടി വെച്ച ഗ്രോവലാണ്. നമുക്ക് ജസ്റ്റ് ഈ ഫുഡ് ഗൗരാമിക്കൊന്ന് കൊടുത്ത് നോക്കാം. തിന്നുമെന്ന് നോക്കാം ഗൈസ്. ഗപ്പിയുടെ ആണ്. നമ്മുടെ ഗൗരാമി തിന്നുമെന്ന് അറിയുന്നത്. ജയൻ്റ് യൂരിയൊക്കെ ഇണങ്ങിയിട്ടുണ്ട് ഏകദേശം. ഇതിന് ഭയങ്കര സ്മെല്ലാണ് ഗൈസ്. തുറന്നു നമുക്ക് കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കാം. ഗൗരവമിക്ക് അത് തിന്നുന്നുണ്ട്. ഇത് താഴോട്ട് വീഴുക. അപ്പോൾ ഇത് കൊത്തി കൊത്തി തിന്നുന്നുണ്ട്.
ഇനി നമുക്ക് ഈ ഫുഡ് തന്നെ ഇത് ഗപ്പിക്ക് കൊടുത്തു നോക്കാം, തിന്നോന്ന് അറിയത്തില്ല. ജസ്റ്റ് കുറച്ച് ഫീഡ് ചെയ്ത് നോക്കാം. ഇത് ഒത്തിരിയായി, ഇത്രയൊന്ന് ഇട്ട് കൊടുക്കാം. അത് തിന്നോളും, അത് ഇപ്പോൾ പേടിച്ചിരിക്കുക അതുകൊണ്ടായിരിക്കും. നമുക്ക് ഇനിയും ഓസ്കാറിൻ്റെ അവിടെ പോവാം. അപ്പം ഇനിയും ഓസ്കാറിൻ്റെ അവിടെ ചെന്നിട്ട് കാണാം. ഇത് സക്കറാണ്, ഇതിനെ ഞാൻ ഈ ടാങ്കിലോട്ട് ഇടാൻ പോവാം. ഓസ്കാർ ഒന്ന് അടിക്കാണ്ടിരുന്ന പ്ലീസ്. ഈ വെള്ളം പതിയെ നമ്മുടെ ശർക്കരനെ നോക്കിയെടുക്കാം. ഞാൻ ഇങ്ങോട്ട് ഇടാൻ പോവാണ്. ഓക്കെ, അത് പോയിട്ടുണ്ട്. അവിടെ ഉണ്ട് ഗൈസ് ആ പ്ലാന്റ്. ഓസ്കാർ അവിടോട്ട് വന്നു ഗൈസ്. ചിലപ്പോൾ വെട്ടും, അത് വെട്ടിയില്ല ഗൈസ്. നമുക്ക് ഇനിയും പ്ലാന്റ്സ് ഉണ്ട്. നമ്മളിപ്പോൾ മേടിച്ച പ്ലാന്റ്സ് ഗൈസ്. ഇവിടെ ഇതിനകത്ത് ഇട്ടിരുന്ന പ്ലാന്റ്സ് എല്ലാം ഇത് കുത്തി ഇളക്കിയിട്ടുണ്ട്. നമ്മളൊരു പ്ലാന്റ് ഇട്ടു ഗൈസ്. ഇത് ആമസോൺ സ്വോർഡാണ്. നമ്മളവിടെ ഇട്ട് ഇവിടെ ഒരു ഇല ഒടിഞ്ഞതുപോലത്തെ കിടക്കുന്നുണ്ട്, അത് ഒടിഞ്ഞിട്ടില്ല. നമ്മൾ ഈ പ്ലാന്റ് ഇത് ഇളക്കിയിട്ടേക്കുക. നമുക്ക് കുത്തി വെക്കാം. ഇവിടുത്തെ മണ്ണെല്ലാം തെറിപ്പിച്ച് കളഞ്ഞേക്കുക. ഈ പ്ലാന്റിൻ്റെ വേര് കുടുങ്ങി അതവിടെ വെച്ച് ഈ പ്ലാന്റ് ഇവിടെ നിൽക്കും. ഇത് എവിടെ എല്ലായിടത്തോട്ടും വേര് പടർത്തും. ഇപ്പം ഇതിന് ഇത്രയും പ്ലാന്റ്സ് ആണ് കണ്ടേസ്. ഇത് നമ്മുടെ ലോട്ടസ് കണ്ടേസ്. ഇവിടെ ലോട്ടസ് അത് വലുതായിരുന്നു കണ്ടേസ്. അടുത്ത ഇതും വരാൻ തുടങ്ങി. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ബൈ.